ശ്രീ രാജു പി നായർ, ശ്രീ ഗോപൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഒരു രാഷ്ട്രീയ പോസ്റ്റ് മാത്രമാണ് ഇപ്പോൾ എ പത്മകുമാറിനുള്ളത്. അതിൽ ജനങ്ങളെ ഏൽപ്പിച്ച അധികാരമില്ല, സർക്കാർ ഏൽപ്പിച്ച അധികാരമില്ല, ഒന്നുമില്ല. അപ്പോൾ ധാർമ്മികമായ ഒരു തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് അതിൻ്റെതായ ചട്ടങ്ങളും അതിൻ്റെതായ സമയവും ഉണ്ടാകുമല്ലോ. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ പെട്ടതല്ലേ എന്നുള്ളതാണ്. പത്മകുമാർ ആദ്യം ഈ സംഭവം ഉണ്ടായപ്പോൾ പറഞ്ഞെന്താ, ഉപ്പ് തിന്നവും വെള്ളം കുടിക്കും, മറ്റൊന്ന് അറസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ പറഞ്ഞത് പിണറായി വിജയൻ്റെ സംരക്ഷണം ഉണ്ടെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ടല്ലേ. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അയ്യപ്പൻ്റെ മുതൽ കക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഇത് ഇപ്പം പറയുന്നുണ്ടല്ലോ. അയ്യപ്പൻ ആ ശബരിമലയ്ക്കുള്ള ഇതിനകത്തുള്ള ശ്രീകോവിലിന് ചുറ്റും സ്വർണം പതിപ്പിച്ചല്ലെന്ന് ആർക്കറിയാതെ. എൻ്റെ 23ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചർച്ച, ഒരു കള്ളു കച്ചവടക്കാരൻ്റെ ഇന്ന് ശബരിമല അയ്യപ്പന് സ്വർണം മേടിക്കുമെന്നുള്ള ചർച്ച വരെ നടന്നിട്ടുണ്ട്. ആർക്കും അറിയാതിരുന്നത്. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് വന്നപ്പോൾ അത് പിത്തള ഇട്ടാൽ പിടിക്കപ്പെടും, ചെമ്പാണ് കുറച്ചുകൂടി നല്ലതെന്ന് തിരുത്തിയ കള്ളൻ, ആ കള്ളൻ ഇന്നിപ്പോൾ ആര് വേണേൽ അറസ്റ്റ് ചെയ്യപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ സംരക്ഷണയിലാണ്. ആ സംരക്ഷണമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റാത്തത്. കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന മനുഷ്യരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വിശ്വാസം ആത്മീയവിശ്വാസം മാത്രമല്ല, അതല്ലാതെ എല്ലാ തരത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് കള്ളത്തരം കാണിച്ചു എന്ന് ജനങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു നിന്ന് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സാമ്പത്തിക ഇടപാടെന്ന് ഹൈക്കോടതി നിയോഗിച്ച SIT കണ്ടുപിടിച്ചതിന് ശേഷവും അയാളെ ഇന്ന് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇനിയും പുറകിൽ സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരുണ്ട് എന്നുള്ള കൃത്യമായ തന്നെയല്ലേ. ഇനിയും സംരക്ഷിക്കപ്പെടേണ്ട. പത്മകുമാറിന്റെ ആസ്തി അറിഞ്ഞില്ല. നിങ്ങൾ ഇ.പി. ജയരാജന്റെ വൈദകത്ത് റിസോർട്ടിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ? ഇ.പി. ജയരാജന്റെ വൈദക റിസോർട്ടിനെ കുറിച്ച് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞിരുന്നോ? പിണറായി വിജയന്റെ മകളുടെ എക്സാലോജി കമ്പനി പാർട്ടിയോട് പറഞ്ഞിരുന്നോ? അപ്പൊ കൃത്യമായിട്ട് ഇതൊക്കെ പാവപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവർ പോലും കൊടുക്കുന്നില്ല. ഇമാതിരി തട്ടിപ്പ് വർത്തമാനമൊക്കെ ഇനി നിർത്ത്. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കള്ളത്തരം കാണിച്ചു ജനങ്ങൾക്ക് പോലും, നിങ്ങൾക്ക് പോലും ന്യായീകരിക്കാൻ കഴിയുന്നല്ലോ. നിങ്ങൾ പോലും ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയല്ലേ. എന്നിട്ട് അയാളെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് നിന്നിട്ട് വിടുവായി അടിക്കരുത്, വെറും വിടുവായി അടിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ആർജവത്തോടു കൂടി പറയും. ഏത് ആർജവം? ഈ ആർജവത്തോട് പറയല്ലാണ്ട് എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട്? ശിവശങ്കരൻ 250 ദിവസം മുഴുവനായിട്ട് ജയിലിൽ കിടന്നു. എന്തായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്? ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് CPI എടുത്ത് രാഷ്ട്രീയ ദൗത്യത്തിന് അയച്ചതല്ലേ ശിവശങ്കരനെ? അദ്ദേഹത്തിന്റെ ലോക്കറിൽ നിന്നല്ലേ 1.5 കോടി രൂപ പിടിച്ചത്. അപ്പൊ ഈ ആർജവം എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന വാചകത്തിന്റെ ആർജവമാണ്. അതല്ലാതെ കള്ളത്തരത്തിൽ പിണറായി വിജയനാണ് ഇതിനകത്തുള്ള കള്ളൻ. പിണറായി വിജയന്റെ കാർമികത്വത്തിൽ നടന്ന ശബരിമലയിലെ കൊള്ളയാണ്. അതുകൊണ്ട് സ്വർണ്ണം വിജയൻ ഉൾപ്പെടെ ഡോക്ടർ പി കെ ഗോപൻ, കടകംപള്ളി സുരേന്ദ്രൻ, മുഖ്യമന്ത്രി, ഈ ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJP-യുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ ആരോപണങ്ങൾ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. വിജയനകത്തേക്ക് പോകും, ഒരു സംശയം വേണ്ട.